കടൽക്കാറ്റും കടൽ കാഴ്ചകളും കണ്ട് കാറ്റിനോടും കടലിനോടും കഥ പറഞ്ഞ് ഉദയവും അസ്തമയവും കാണാനൊരു സുന്ദരയാത്ര. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ? കടലിൻ്റെ സൗന്ദര്യം ഒരു ഹരമാണ്. എത്ര കണ്ടാലും മതിവരാത്ത അഗാധ നീലിമ. കടലിനെ വർണ്ണിക്കാത്തവരായി ആരുണ്ടി ഭൂമിയിൽ? എൻ്റെ ഓർമ്മയിൽ നിറം മങ്ങാത്ത ഒരു കടൽ തീരമുണ്ട്. ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് കടപ്പുറം. ഒഴിവു ദിവസങ്ങളിൽ മിക്കവാറും ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു. എൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും എത്രയോ ഞങ്ങൾ ഈ മണൽപ്പുറത്തു കളിച്ചിട്ടുണ്ട്. തിരമാലകളിൽ കാൽ നനച്ചു രസിച്ചിട്ടുണ്ട്. കരയിലേക്ക് ഓടിയെത്തി മടങ്ങിപ്പോകുന്ന തിരമാലകൾക്ക് ജീവനുണ്ടെന്ന് അന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. കപ്പലണ്ടിയും ജോയ് ഐസ്ക്രീമും മാത്രമായിരുന്നു അന്നത്തെ വിശിഷ്ട വിഭവങ്ങൾ. അന്ന് അറബിക്കടലിന് ഇത്ര രൗദ്രഭാവമില്ലായിരുന്നു. പുലർവേളകളിൽ നനുത്ത ഓളങ്ങളിൽ കിടന്ന് ചാഞ്ചാടുന്ന കടലിൻ്റെ ശാന്തത കാണാൻ നഗരത്തിൽ നിന്ന് മാത്രമല്ല മറ്റു നഗരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ എത്തുന്നു. വൈകുന്നേരങ്ങളോട് നീതി പുലർത്താൻ ഈ തീരം തേടി വരുന്നവർ വിവിധ രുചിക്കൂട്ടുകൾ അറിയുന്നു. പ്രസിദ്ധമായ കല്ലുമ്മക്കായ പോലുള്ള വൈവിധ്യമാർന്ന പലഹാരങ്ങൾ ലഭിക്കുന്നതിനാൽ സമുദ്ര വിഭവപ്രേമികൾക്ക് ഇവിടം ഒരു പ്രധാന ലൊക്കേഷൻ കൂടിയാണ്. കടൽ യാത്രക്കാരുടെ സ്മാരകമുള്ള വെളുത്ത ജനാലകളോട് കൂടിയ വിളക്കുമാടം യാത്രാസ്നേഹികളുടെ ഇഷ്ട ഇടമാണ്. വികസന തന്ത്രങ്ങളുടെ ഭാഗമായി സംസ്കാരവും സർഗാത്മകതയും ഒത്തുചേർന്ന ശില്പഭംഗി. സാഹിത്യനഗരി എന്ന ആഗോള പെരുമ കിട്ടിയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളവുമായി കടലിൽ പ്രവേശിക്കുന്നതും മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങി വരുന്നതും ഈ തീരത്തെ മനോഹരമാക്കുന്നു. കോഴിക്കോട് കടപ്പുറത്ത് എലത്തൂർ ഭാഗത്താണ് ഈ മനോഹരമായ പുളിമൂട്. അറബിക്കടലിൻ്റെ സൗന്ദര്യം മുഴുവനും കാണാൻ കഴിയുന്നു. സമുദ്രം ആകാശത്തെ തൊടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രശേഷിപ്പായ ഈ രണ്ട് കടൽപ്പാലങ്ങളും അധികൃതരുടെ അവഗണന മൂലം അവശിഷ്ടമായിരിക്കുന്നു. ഒരു കാലത്ത് വ്യാപാര വാണിജ്യ രംഗത്ത് മലബാറിനെ പ്രതാപത്തിലേക്കുയർത്തിയത് ഈ ഇരുമ്പുകാലുകളാണ്. പ്രകൃതിയാൽ ചില അനുകൂല ഘടകങ്ങൾ ഈ തുറമുഖത്തിന് ഉണ്ടായിരുന്നു. കാറ്റ് അനുകൂലമായതും അപകട സാധ്യത കുറഞ്ഞതുമായ ഈ സമുദ്രപാത മലബാറിനെ സമ്പന്നമാക്കി. കാലം മാറി. റോഡ് വഴിയുള്ള ഗതാഗതം കൂടിയപ്പോൾ കടൽ പാലങ്ങൾ അപ്രധാനമായി. ചരിത്ര സ്മാരകങ്ങൾ തകർക്കപ്പെടാനോ നീക്കം ചെയ്യാനോ ഉള്ളതല്ല, അത് സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. ഈ മണൽത്തീരം വിട്ടുപോരുമ്പോൾ ഒരു കാര്യം ബോധ്യമായി. കടൽ ശക്തവും എന്നാൽ ശാന്തവും, മനോഹരവും എന്നാൽ അപകടകരവുമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.